പഴയ സെറ്റിംഗിൽ പുതിയ ക്യാരക്ടേഴ്സിനെ കണ്ടപ്പോഴുണ്ടായ ഒരു അസ്വാഭാവികതയാണോ, അതോ പകരം വെക്കാൻ പറ്റാത്ത വിധത്തിൽ പഴയത് മനസ്സിൽ പതിഞ്ഞുപോയത് കൊണ്ടാണോ? പുതിയ ഹാരി പോട്ടർ TV സീരീസിന്റെ ആദ്യ ട്രെയിലർ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു ഫീലാണ്. ഹാരി പോട്ടർ ഫിലിംസിന്റെ ആരാധകരായ ഭൂരിഭാഗം പേർക്കും ഉണ്ടായ ഒരു ചിന്തയാകുമത്. നമ്മൾ ആരാധിച്ചിരുന്ന കഥാപാത്രങ്ങൾക്ക് പുതിയൊരു മുഖം വന്നത് തന്നെയാണ് ഈ ചിന്തയുടെ പിന്നിൽ. നോവലുകൾ വായിച്ചവർക്കും സിനിമകൾ മാത്രം കണ്ടിട്ടുള്ളവർക്കും കഥാപാത്രങ്ങളുടെ പേര് കേൾക്കുമ്പോൾ മനസ്സിലെത്തുക അത് ആദ്യം അഭിനയിച്ച് ഫലിപ്പിച്ചവരെ തന്നെയാണ്. ഹാരി, റോൺ, ഹെർമൈനി എന്നീ കഥാപാത്രങ്ങളായി ഡാനിയൽ റാഡ്ക്ലിഫിനെയും റൂപ്പർട്ട് ഗ്രിഞ്ചിനെയും എമ്മ വാട്സണെയും അല്ലാതെ മറ്റൊരു മുഖവും നമ്മുടെ മനസ്സിൽ വരില്ല. ഇതുവരെ ആ ഭാഗത്തേക്ക് പോകാത്തവർക്ക് അങ്ങനെയാകില്ല. പോട്ടർ ഫാൻസിനെ നിരാശപ്പെടുത്താതിരിക്കാൻ മാസങ്ങൾ നീണ്ട ഓഡീഷൻസിനൊടുവിലാണ് നിർമ്മാതാക്കൾ സീരീസിനായി അഭിനേതാക്കളെ തിരഞ്ഞെടുത്തത്. ഹാരി പോട്ടർ ആൻഡ് ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന ആദ്യ സീസണിന്റെ 2 മിനിറ്റ് നീണ്ട ടീസർ ട്രെയിലറാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ കണ്ടുപരിചയമുള്ള പലതും സീരീസിലുമുണ്ട്. അതിനൊപ്പം കാണാത്ത പലതും സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. സീരീസിൽ സമയത്തിന്റെ പ്രശ്നമില്ലാത്തത് കൊണ്ട് തന്നെ നോവലിലുള്ള പലതും വിത്ത് ഡീറ്റെയിലിംഗ് സീരീസിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ഹാരിയും റോണും ഹെർമൈനിയും ട്രെയിനിൽ കണ്ടുമുട്ടുന്നതും അവരുടെ ആദ്യ ഇന്ററാക്ഷനും പ്രധാന കഥാപാത്രങ്ങളായ ഹാഗ്രിഡ്, ഡംബിൾഡോർ, പ്രൊഫസർ സ്നേപ്പ് എന്നിവരും ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. വാർണർ ബ്രോസ് ആയിരുന്നു 2001 മുതൽ 2011 വരെയുള്ള കാലയളവിൽ പോട്ടർ ഫിലിംസിന്റെ അമരത്തുണ്ടായിരുന്നതെങ്കിൽ HBO ആണ് ഹാരി പോട്ടർ TV സീരീസ് ആരാധകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. HBO മാക്സിലാണ് സീരീസ് റിലീസ് ചെയ്യുക. സീരീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി പോട്ടർ യൂണിവേഴ്സിന്റെ സ്രഷ്ടാവ് JK റൗളിംഗും പങ്കാളിയാകുന്നുണ്ട്. മനസ്സിലുള്ള വിഗ്രഹം വീണുടയരുതേ എന്ന ചിന്തയിലാണ് പല ആരാധകരും ട്രെയിലർ കണ്ടിരുന്നത്. പലരും പോസിറ്റീവായി ട്രെയിലറെ വരവേറ്റപ്പോൾ വളരെ മോശമായി പ്രതികരിച്ചവരുമുണ്ട്. പ്രൊഫസർ സ്നേപ്പ് എന്ന കഥാപാത്രമായി പാപ്പ എസൈഡു എത്തിയത് പലർക്കും ദഹിച്ചിട്ടില്ല. അലൻ റിക്മൻ എന്ന വിഖ്യാത നടൻ ചെയ്തു വെച്ച കഥാപാത്രം പാപ്പ എസൈഡു അവതരിപ്പിക്കുന്നതിൽ സോഷ്യൽ മീഡിയയിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത്. കൊലപാതക ഭീഷണി പോലും പാപ്പയ്ക്കെതിരെ വരുന്നുണ്ടെന്ന് അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇപ്പോൾ ട്രെയിലർ കൂടി എത്തിയതോടെ പാപ്പയ്ക്ക് നേരെ വിമർശനം കടുക്കുകയാണ്. ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾക്കെതിരെയുള്ള JK റൗളിംഗിന്റെ നിലപാടുകൾ സീരീസിന്റെ സ്വീകാര്യതയെ ബാധിക്കുമെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. JK റൗളിംഗിനെതിരെ ശബ്ദമുയർത്തിയ പലരും സീരീസിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാരണം. അഭിപ്രായ ഭിന്നത ഉപജീവന മാർഗത്തെ തടയുന്ന രീതിയിലാവരുത് എന്നാണ് അതിനോടുള്ള ചോദ്യത്തിന് JKയുടെ പ്രതികരണം. സീരീസിന്റെ റിലീസിന് മുന്നോടിയായി ഇത്തരത്തിൽ പ്രതികരണങ്ങളും വിമർശനങ്ങളും നിരവധിയാണ്. ഹാരിയായി ഡൊമിനിക് മെക്ലാഫ്ലിനും വീസ്ലിയായി അലസ്റ്റെയർ സ്റ്റൗട്ടും ഹെർമൈനിയായി അരബെല്ല സ്റ്റാൻറ്റണും ഒരു പുതു ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. ഇതുവരെ കണ്ടുപരിചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു മുഖവുമായി ഹാരി പോട്ടർ യൂണിവേഴ്സിൽ നിന്നൊരു സീരീസ് എത്തുകയാണ്. ഡെഡിക്കേറ്റഡ് ആയ ഹാരി പോട്ടർ ഓഡിയൻസിന് മുന്നിലേക്ക് സീരീസ് എത്തുമ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല. റിലീസിന് ശേഷം തീരുമാനിക്കാം.